ഇവിടെ വെച്ച് സമന്വയത്തിൽ തന്നെയാണ് ഡിസിഷൻ വന്നിട്ടുള്ളത്. ഈ അജയ് തറയിൽ പറയുന്നതേ ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തലേദിവസം നടന്ന കാളരാത്രിയാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ശരിയല്ലെന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും സ്വതന്ത്രമുള്ളവരല്ലേ. കുറേ പേര് പഴയ ആൾക്കാരാണ്. വന്നിരിക്കുന്ന വനിതകളൊക്കെ വളരെ ക്വാളിഫൈഡ് ആണ്. അവർക്ക് അവരുടെ അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമല്ല, ഈ KPCയുടെ വേറെ പരിഗണന പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്താണ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരിഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ പാർട്ടിയുടെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അവസരത്തിൽ അവരിവിടെ ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒരാളുടെ അനീതി കാണിച്ചെന്ന വിശ്വാസം എനിക്കില്ല. എല്ലാവരുടെ നീതി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്മിറ്റീസ് വരാൻ പോകുന്നു. അതിലും തീർച്ചയായിട്ടും ഒരു മാനദണ്ഡം അനുസരിച്ച് അത് ആ കമ്മിറ്റിയൊക്കെ വരുള്ളൂ. അത് അദ്ദേഹം തന്നെ പറയണ്ടേ. എന്നോട് വെച്ച കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് ഞങ്ങൾ ഒരുമിച്ചുള്ള കമ്മിറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്നോട് DC പ്രസിഡന്റ് പറഞ്ഞത് എല്ലാവരും ആലോചിച്ചെന്ന് തന്നെ പറഞ്ഞത്. ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ലെന്ന്. എന്നറിയാം, ഒന്ന് ഗ്രൂപ്പ് ഇപ്പോൾ വലിയ പ്രസക്തി ഇല്ലല്ലോ. ഗ്രൂപ്പുകൾക്ക് പ്രസക്തി ഇല്ലെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിൽ ഒരുമിച്ച് വന്ന ജയമല്ലേ ഇത്. ഇത്രയും വലിയ ഗ്ലാമർ ജയം ഉണ്ടായതിനു ശേഷം ആ ഒരു കല്ലടിക്കുന്നത് ശരിയല്ലല്ലോ. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. എല്ലാവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും. ഈ മുതിർന്ന നേതാവായിരുന്നല്ലോ ശരിക്കും ദീപ്തി. അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ എന്താണ് അവരുടെ അവഗണിക്കാൻ അവർക്ക് ഇടയായ കാര്യം എന്നുള്ളതാണ്. കൗൺസിലർമാരുടെ പിന്തുണ തന്നെയാണോ അവർക്ക്? അല്ല, അതൊരു ഘടകമാണ്. പിന്നെ മറ്റു പല ഘടകവും വരുമല്ലോ അതിനകത്ത്. പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം തീർച്ചയായിട്ടും കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ്. അത് പ്രയറ്റ് കൊടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷേ ജയിച്ചു വന്നത് പുതിയ ആൾക്കാർ മാത്രമല്ല, പഴയ കൗൺസിലിലെ ആൾക്കാരുണ്ട്. അപ്പോൾ പലരും ജനറൽ സീറ്റ് ജയിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിന് നമുക്ക് വില കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലർമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺസൾട്ടേഷൻ നടത്തുന്ന വിവിധ തലങ്ങളിൽ. അതിൻ്റെ ആയിട്ടുള്ള ഔട്ട്കമാണ് ഈ തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഏറെക്കുറെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം. ദീപ്തിയുടെ പ്രധാന ആക്ഷേപം KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല. പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവിനെ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ തർക്കമുണ്ടെങ്കിൽ ഒരു KPCC നിരീക്ഷകൻ എത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ DCC ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ശരിയാണ്. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ ഒരു വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും KPCC പരാതി കൊടുത്തതെന്ന് ഞാൻ ഇത് അറിയുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല, അറിയുന്നു. തീർച്ചയായിട്ടും അതൊക്കെ KPCC പരിശോധിക്കട്ടെ. ഈ കൗൺസിലർമാരുടെ പിന്തുണ അത് സംബന്ധിച്ചും അവരൊരു ആക്ഷേപം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആണെങ്കിലും വേണുഗോപാലാണെങ്കിലും പറയുന്നത് മുഴുവൻ വിശ്വസനീയമല്ല എന്നൊരു ആക്ഷേപം അവർ പറയുന്നുണ്ട്. അത് ആ കമ്മിറ്റിക്കകത്ത് അജയ് തറയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല. അവിടെ ട്രാൻസ്പെറന്റ് ഡൊമിനിക് പ്രസന്റേഷനാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഗ്രൂപ്പുകൾ ഇപ്പോൾ അപ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.